ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഫേഷ്യൽ സിറത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതൊരു വൈറ്റമിൻ സി സിറമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇത് വന്നിട്ടൊരു അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാണ് വരുന്നത്. ഞാനിത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇത് വന്നിട്ട് ഞാൻ ഏകദേശം ഒരു ഫുൾ ബോട്ടിൽ യൂസ് ചെയ്തു. ഫെയർനെസ് ക്രീം നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയും ഒരു ദോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇതിലുള്ളതായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം നല്ലതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ പറയാം. അപ്പോൾ ഇതിൽ വന്നിട്ട് നോ പാരബൻസ്, നോ മിനറൽ ഓയിൽ, നോ സിലിക്കോൺ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് വന്നിട്ട് ഇതിൻ്റെ അരോമ അല്ലെങ്കിൽ അതിൻ്റെ മണം വന്നിട്ട് ഒരു മാൻഡറിൻ ആൻഡ് ഓറഞ്ച് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നീട് ഇതിൻ്റെ കണ്ടൻസ് പറയുകയാണെങ്കിൽ അക്വ, വൈറ്റമിൻ സി, അലോവേറ ജെൽ, ഗ്ലിസറിൻ, ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് ഉണ്ട്, ബേസിൽ എക്സ്ട്രാക്റ്റ് ഉണ്ട്. പിന്നീട് വന്നിട്ട് വിച്ച് ഹാസൽ എക്സ്ട്രാക്റ്റ് ഉണ്ട്, ഗ്രേപ്പ് ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ് ഉണ്ട്. പിന്നീട് കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറച്ച് നെയിമുകളൊക്കെ ഉണ്ട്. പിന്നെ ഹൈലൂറോണിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ആസിഡ് ഉണ്ട്, അത് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അറിയാൻ വയ്യാം. പിന്നീട് പിന്നെന്താണ് ഓറഞ്ച് ഓയിലുണ്ട്, ജിഞ്ചർ ഓയിലുണ്ട്, പിന്നെ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ ഇത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിനിപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ സ്കിൻ ഒന്നുകൂടെ ഒന്ന് ടോൺ ചെയ്ത് കൊടുക്കണം. ഒന്നുകിൽ ഏതെങ്കിലും ഒരു ടോണർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റോസ് വാട്ടർ തന്നെ ടോണറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എങ്ങനെയാണോ ക്ലെൻസ് ചെയ്യുന്നത് അങ്ങനെ ക്ലെൻസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ടോണറാണ്. ടോണറായിട്ട് ഞാനിവിടെ റോസ് വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആവണം. ഇതിൻ്റെ ഇടയിൽ ഇതൊന്ന് ഡ്രൈ ആവാനുള്ള സമയം കൊടുക്കണം, എന്താണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ടോണർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ടാണ് നമ്മൾ ഈ ഒരു സിറം യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഭയങ്കര നമ്മൾ ഫെയർനെസ് ക്രീം പോലെ ഒരു ചേഞ്ചസ് ഒന്നും നമുക്ക് ഇട്ട ഉടനെ അങ്ങനെയൊന്നും വരത്തില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമ്പോൾ നമുക്കിത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണെന്ന്. ഫെയർനെസ് ക്രീമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇട്ട ഉടനെ അറിയാം നമുക്കതിൻ്റെ ഭയങ്കര ഒരു എഫക്റ്റ്. ഇത് അങ്ങനെ അത്രത്തോളം ഒന്നും പ്രതീക്ഷിക്കേണ്ട. കുറേ ദിവസം യൂസ് ചെയ്യുമ്പോഴേ അതിൻ്റെ റിസൾട്ട് അറിയാൻ കഴിയൂ. അപ്പോൾ ഇത് പല ടൈപ്പ് ലഭ്യമാണ്. ആൻറ്റി ഏജിങ് ഉണ്ട്, പിന്നെ ഗ്ലോയിങ് സ്കിന്നിനായിട്ടുള്ളതുണ്ട്. അങ്ങനെ പല പല വെറൈറ്റീസാണ്. നമ്മൾ ആവശ്യമനുസരിച്ച് നമ്മൾ വാങ്ങുക. അപ്പോൾ ഇതും അപ്ലൈ ചെയ്തിട്ട് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് മോയ്സ്ചറൈസറാണ്. അത് നമ്മുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിൽ വീട്ടിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. ഓയിലാണ് കുറച്ചും കൂടെ ഒരു ബെനിഫിറ്റായിട്ട് വരുന്നത്. വീട്ടിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഏതെങ്കിലും ഫെയർനെസ് ഓയിലോ അതാകുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം അത്യാവശ്യം നല്ല ഗ്ലേസിങ് ഉണ്ട്. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യുക. ഡെയിലി രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ തന്നെ കുറച്ച് നാളെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, അല്പം കോസ്റ്റ്ലി ആണെങ്കിലും. അപ്പോൾ നമ്മൾ ഏകദേശം കുറേ സ്കിൻ പ്രോബ്ലംസൊക്കെ ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എന്നാലും നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. ഡെയിലി നമ്മൾ ഡെയിലിയോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ കൊണ്ട് ഇഷ്ടമാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.